നമസ്കാരം. ഹമാസ് ഇസ്രായേൽ യുദ്ധം ഒരു പരിധിവരെ അവസാനിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ടു പോകുന്ന ഹമാസിനെ സംബന്ധിച്ച് വിട്ടുകൊടുക്കാൻ ഇസ്രായേലും തയ്യാറാകില്ല. നിരന്തരം ഒളിത്താവളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രകോപനം ഉണ്ടാക്കലാണ് ഹമാസിന്റെ രീതി. ഇതിന് ചുക്കാൻ പിടിക്കാൻ ഹിസ്ബുള്ളയും. അതിന് മറുപടിയെന്നോണം ഇപ്പോഴിതാ ലെബനിലെ ഹിസ്ബുള്ള ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത്. ലെബനിലെ കിഴക്കും തെക്കുമുള്ള 4 ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ശേഷമായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത്. കിഴക്കൻ ലെബനിലെ ബെക്ക വാലിയിലുള്ള ഹമ്മാറ, അയൻ എൽറ്റീനെ, അതുപോലെ തെക്കൻ ലെബനിലെ കഫർ ഫത്ത, അനാൻ എന്നീ ഗ്രാമങ്ങളിലാണ് ആക്രമണമുണ്ടായത്. 1 വർഷത്തിലേറെ നീണ്ടുനിന്ന ഇസ്രായേൽ ലെബനൻ സംഘർഷത്തിന് ശേഷം 2024 വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അതിനുശേഷവും ഇത്തരത്തിൽ യുദ്ധം നീണ്ടുപോകുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഗസയിലെ അധിനിവേശം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറായാൽ ഫലസ്തീൻ അതോറിറ്റിക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുമെന്ന് ഹമാസ് അറിയിച്ചിരുന്നു. അധിനിവേശം എത്ര കാലം നിലനിൽക്കും എന്നതുമായി ബന്ധപ്പെട്ടാണ് തങ്ങളുടെ ആയുധോപയോഗം ഇരിക്കുന്നതെന്നും അത് അവസാനിപ്പിച്ചാൽ ആയുധം താഴെ വയ്ക്കുമെന്നും ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ പറഞ്ഞിരുന്നു. ഗസയിലെ സാധാരണക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടെ അവരുടെ വീടുകളിൽ ഒളിച്ചിരുന്നുമൊക്കെ തന്നെയാണ് ഹമാസ് ഇത്തരത്തിൽ അതിക്രമം അഴിച്ചുവിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇസ്രായേൽ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നത്. ഗസയിൽ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് അടക്കം 2 ഡസൻ രാജ്യാന്തര സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം വിലക്കിയതായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അറിയിച്ചിരുന്നു. വിലക്ക് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പുതുക്കിയ വ്യവസ്ഥകൾ സന്നദ്ധ സംഘടനകൾ പാലിച്ചില്ലെന്നും ചിലർ ഹമാസുമായി സഹകരിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു നടപടി. ഇത്തരത്തിലുള്ള പല സന്നദ്ധ സംഘടനകളും ഹമാസുമായി സഹകരിച്ച് പോരുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരെയൊക്കെ തന്നെ ഇസ്രായേൽ അവിടെ വിലക്കിയിരിക്കുന്നത്. വൈദ്യസഹായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് സന്നദ്ധ പ്രവർത്തകരുടെ വ്യക്തിവിവരങ്ങൾ കൈമാറിയില്ലെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ ഇസ്രായേൽ വ്യവസ്ഥകൾ ഏകപക്ഷീയവും സ്റ്റാഫിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും സംഘടനകൾ പ്രതികരിച്ചു. ഈ സംഘടനകൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഭീകരർ നുഴഞ്ഞുകയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇതിനെല്ലാം വിലക്കേർപ്പെടുത്തിയതും. അതേസമയം ആക്രമിച്ചാൽ US-നും ഇസ്രായേലിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ പറഞ്ഞിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു ഇറാൻ ഈ മുന്നറിയിപ്പ് നൽകിയത്. ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ഇറാനെ വീണ്ടും ആക്രമിക്കാനുള്ള കാര്യം ചർച്ചയാകുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരിക്കെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും വന്നത്. അമേരിക്ക, ഇസ്രായേൽ, യൂറോപ്പ് എന്നിവരുമായി ഇറാൻ പൂർണ്ണമായ യുദ്ധത്തിലാണ്. ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട സൈന്യം അവരുടെ ജോലി കരുത്തോടെയാണ് ചെയ്യുന്നത്. ആയുധങ്ങളുടെ കാര്യത്തിലും ആൾബലത്തിന്റെ കാര്യത്തിലും നമ്മുടെ സൈന്യം US-ഉം ഇസ്രായേലും ആക്രമിച്ചപ്പോൾ ഉള്ളതിനേക്കാൾ ശക്തരാണ് എന്ന് പെസൻഷ്കിയാൻ പറഞ്ഞിരുന്നു. അതേസമയം ഫലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് ഇസ്രായേൽ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയും ഹമാസും തമ്മിലുള്ള ബന്ധങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും അത് ഇന്ത്യക്കും ഇസ്രായേലിനും ഒരുപോലെ സുരക്ഷാ ഭീഷണിയാണെന്നും ഇസ്രായേൽ പറഞ്ഞിരുന്നു. 2023 ലഷ്കർ-ഇ-തോയ്ബയെ ഇസ്രായേൽ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത്.